ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ ബയോളജി ഫസ്റ്റ് ചാപ്റ്ററിലെ മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ എന്നുള്ള ഭാഗമാണ്. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്. മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗ്ഗസങ്കരണ പരീക്ഷണം നടത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോഡി തിരിച്ചാണ് രണ്ടെണ്ണം ഉള്ള സ്വഭാവങ്ങൾ. ഇപ്പം വലുതാണെങ്കിൽ അതിൻ്റെ കൂടെ ചെറുത്, അതാണ് വിപരീത ഗുണങ്ങൾ. ഒരു ജോഡി വിപരീത ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിൽ ഒരു സ്വഭാവമാണ് അടങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു. ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് നടത്തിയ വർഗ്ഗസങ്കരണത്തിൻ്റെ പരീക്ഷണ ചിത്രീകരണം ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഉയരം കൂടിയ പയറുചെടി എടുത്തിട്ടുണ്ട്, ഇവിടെ ഉയരം കുറഞ്ഞ പയറുചെടി എടുത്തിട്ടുണ്ട്. ഇതെന്താണ്? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാം തലമുറനെ വരച്ച് കാട്ടിയപ്പോൾ എന്തായി? ഇതിൻ്റെ അതേ സ്വഭാവമാണ് കാണിച്ചത്. ഉയരം കൂടിയ ഒരു കുട്ടിയാണ് ഉണ്ടായത്, പയറ് കുട്ടിയാണ് ഉണ്ടായത്. ഇനി എന്ത് ചെയ്തു? ഇതുപോലത്തെ ഒരെണ്ണം കൂടെ, ഒരു വലിയ പയർ ചെടിനെയും കൂടെ വെച്ചിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തി നോക്കി. അതാണ് രണ്ടാം തലമുറ എന്ന് പറയുന്നത്. ആ രണ്ടാം തലമുറയിൽ 787 ഉയരം കൂടിയ ചെടികളും പക്ഷേ 277 ഉയരം കുറഞ്ഞ ചെടികളും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒന്നാം തലമുറയിൽ ഉണ്ടായിട്ടില്ല ചെറിയ ചെടികൾ, പക്ഷേ രണ്ടാം തലമുറ വന്നപ്പോൾ ചെറിയ ചെടികൾ ഉണ്ടായി. അതും 3:1 എന്നുള്ള അനുപാതത്തിൽ. 3:1, അതായത് 3 വലിയ ചെടി ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ ചെടി എന്നുള്ള അനുപാതത്തിൽ എന്ത് ചെയ്തു? രണ്ടാം തലമുറയിൽ പയറ് ചെടികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇനി എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഘടകങ്ങൾ എന്നുള്ളൊരു ഭാഗമാണ്. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ ജോർമെൻഡൽ അനുമാനിച്ചു. ലിംഗകോശങ്ങൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, നമുക്ക് ലിംഗകോശങ്ങളിലൂടെ എന്ത് ചെയ്തു? ഇപ്പോൾ നമ്മൾ ലിംഗനിർണയ ജീനുകളെക്കുറിച്ച് പഠിച്ചില്ലേ, അവരാണ് ഈ ഘടകങ്ങളെയൊക്കെ എന്ത് ചെയ്തത്? ഇങ്ങനെ മാറ്റിയെടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെൻഡലിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ഈ ലിംഗകോശങ്ങളിലൂടെ ജീനുകളാണ് എന്ന് പിന്നീട് എന്ത് ചെയ്തു? കണ്ടെത്തി. ഈ ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ അല്ലീലുകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാവും. ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ അല്ലീലുകൾ എന്ന് വിളിക്കുന്നു. സാധാരണയായി നമ്മൾ പറഞ്ഞു നോക്കാട്ടോ, നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സാധാരണയായി ഒരു ജീനിൻ്റെ 2 അല്ലീലുകളാണ് ഉണ്ടാവുക. അപ്പോൾ പറയുകയാണെങ്കിൽ, ഒരു വർഗ്ഗസങ്കരണത്തിന് ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. ഇവിടെ ഉയരം എന്നുള്ള സ്വഭാവം എടുക്കുകയാണെങ്കിൽ വ്യത്യസ്ത അല്ലീലുകൾ ടിയും ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും ആയിരിക്കും. ടി എന്തായിരിക്കും? ഉയര കൂടുതലിനെയും സ്മോൾ ലെറ്റർ ടി ഉയരക്കുറവിനെയും സൂചിപ്പിക്കുന്നുണ്ടായിരിക്കും. അതായത് ഒരു ജീൻ ഉണ്ടാവും, ആ ജീനുകളിൽ വ്യത്യസ്ത അല്ലീലുകൾ ഉണ്ടാകും. ഈ അല്ലീലുകൾ എന്തായിരിക്കും? 2 തരത്തിലുള്ളതായിരിക്കും. അത് രണ്ടും വിപരീത സ്വഭാവങ്ങളുമായിരിക്കും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ഇതെന്താണ്? ഉയര കൂടുതൽ, ഇതോ ഉയരക്കുറവ്, അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ജീവിയിലെ സ്വഭാവത്തിൻ്റെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിന് കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും അറിയപ്പെടുന്നു. ഇത് രണ്ടും വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫീനോടൈപ്പ് എന്നാൽ നിൻ്റെ ശരീരത്തിന് കളറ് കൂടുതലാണ്, അല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിന് കളറ് കുറവാണ്, നിൻ്റെ കണ്ണ് വെള്ളാരങ്ങനാണ്, അങ്ങനെ പറയാറുണ്ട് അല്ലേ. പിന്നെ നിൻ്റെ കണ്ണിന് വലിപ്പം കൂടുതലാണ്, അതല്ലാതെ നിനക്ക് നല്ല മുടിയുണ്ട്. ഇതെല്ലാം എന്താണ്? ഫീനോടൈപ്പാണ്. എൻ്റെ ഫീനോടൈപ്പാണ്. എന്നാൽ എൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഈ ഫീനോടൈപ്പിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഫീനോടൈപ്പിനെ ഇങ്ങനെ ആക്കി മാറ്റുന്ന ജനിതക ഘടനയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജീന്, എന്താണ് അല്ലീൽ, എന്തൊക്കെയാണ് അല്ലീലുകൾ വരിക? അല്ലീലുകൾ എത്ര എണ്ണം ഉണ്ടാവും? 2 ഉണ്ടായിരിക്കും. ഒരു ജോഡിയായിട്ടാണ് ഉണ്ടാവുക. എന്താണ് ഫീനോടൈപ്പ്, എന്താണ് ജീനോടൈപ്പ്, ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അതായത് മാതൃസസ്യങ്ങൾ. ഉയരം കൂടിയൊരു മാതൃസസ്യം, ഉയരം കുറഞ്ഞൊരു മാതൃസസ്യം നമ്മൾ ഉണ്ടായി വരുമ്പോൾ എങ്ങനെയാണ് ഒന്നാമത്തെ തലമുറയിൽ ഉയരം കൂടിയ ചെടി ഉണ്ടായതെന്ന് ഇപ്പോൾ മനസ്സിലായോ? പക്ഷേ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഉയരക്കുറവുണ്ടല്ലോ, ഈ സ്മോൾ ലെറ്റർ ടി, അതാണ് കയറി വന്ന് രണ്ടാമത്തെ ജനറേഷനിൽ
ഉയരക്കുറവായിട്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇനി നമ്മൾ ഉണ്ടായി വന്ന ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്ത് ടി എന്നാക്കി മാറ്റുന്ന സമയത്ത് അതിനെ തന്നെ ഈ ഉയരം കൂടിയ ചെടിയോട് തന്നെ എന്ത് ചെയ്യും, സെൽഫ് പോളിനേറ്റ് ചെയ്യാമെന്ന് പറയും. സ്വപരാഗണം എന്നാണ് അതിനെ പറയപ്പെടുന്നത്. സ്വപരാഗണം എന്നുള്ളത് ടീനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നും പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി എന്നാണ് വരിക. ഇവിടെയും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും ഉണ്ടാവും. അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഉയരം കൂടിയ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്ന ചെടി ഉണ്ടാവും. ഇനി ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി എന്നുള്ളൊരു ചെടി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതും എന്തായിരിക്കും, ഉയരം കൂടിയതായിരിക്കും. കാരണം എന്താണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം കൂടുതലാണ്. ഇനി ഇവിടെ വരാൻ പോണത് ആരാണ്, ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും നേരത്തെ ഉണ്ടായ അതേ തന്നെയാണ്, കൂടുതൽ തന്നെയാണ്, ഉയരം കൂടിയത്. എന്നാൽ ഇവിടെയോ, ഇവിടെ സ്മോൾ ലെറ്റർ ടി ആണ്, ഇത് ഉയരം കുറഞ്ഞത്. ഇപ്പം മനസ്സിലായല്ലോ. 1:3 അനുപാതത്തിൽ എങ്ങനെയാണ് 3 ഉയരം കൂടിയ ചെടികളും ഉയരം കുറഞ്ഞ ചെടിയും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ 3 ഉയരക്കൂടുതലുള്ള ചെടികൾക്ക് തന്നെ 3 ജനറ്റിക്കൽ ഫീനോടൈപ്പ് ഒന്നാണ്, ഉയരം കൂടിയതാണ്. പക്ഷേ ജീനോടൈപ്പ് എന്താണ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ആണ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ആണ്. ഇതിലും എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് ഇവിടെ വരച്ച് കാണിച്ചത്. എന്തുകൊണ്ടാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ആയത്, ഇവിടെ ഒരു സ്വഭാവമാണ് നമ്മൾ കണക്കെടുത്തിട്ടുള്ളൂ. എന്ത്, ഉയരം എന്നുള്ള പയറ് ചെടിയ സ്വഭാവം. അതുകൊണ്ട് അതിന് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നു. ഇത് രണ്ടാം തലമുറ, ഇത് ഒന്നാം തലമുറ. അപ്പോൾ അതാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്